എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ദീപം എസ്. ഞാൻ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ മലയാളം അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. നമ്മളിവിടെ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് മലയാള കവിത ആധുനികം എന്ന പ്രോഗ്രാമിലെ ബ്ലോക്ക് 1 യൂണിറ്റ് 1 ദൈവദശകം എന്ന കവിതയാണ്. 19-ാം നൂറ്റാണ്ട് സാമൂഹ്യ ഉച്ചനീചത്വങ്ങൾക്കെതിരായ വലിയ മുന്നേറ്റങ്ങളും പ്രക്ഷോഭങ്ങളും കേരളത്തിൽ അരങ്ങേറി. മനുഷ്യ സമത്വത്തിനു വേണ്ടിയുള്ള അവകാശ പോരാട്ടങ്ങളായിരുന്നു അവയെല്ലാം. സ്വാഭാവികമായും നവോത്ഥാന ആശയങ്ങളുടെ സ്വാധീനം സാഹിത്യത്തിലും പ്രകടമായി. നവോത്ഥാന മുന്നേറ്റത്തിന് നേതൃത്വം നൽകിയവരിൽ പ്രമുഖനായ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളും അവ വ്യക്തമായി പ്രതിഫലിക്കുന്നുണ്ട്. മാനവികത, സാഹോദര്യം, തുല്യത തുടങ്ങിയ ആശയങ്ങളുടെ പ്രതിനിധാനമാണ് ഗുരുവിൻ്റെ കൃതികളിൽ പ്രധാനമായും കാണാനാവുക. മലയാളം, തമിഴ്, സംസ്കൃതം എന്നീ ഭാഷകളിലായി 60ഓളം കൃതികൾ ഗുരുദേവൻ രചിച്ചിട്ടുണ്ട്. ഗുരുവിൻ്റെ പ്രശസ്തമായ തമിഴ് കൃതിയാണ് തേവാര പതിതങ്ങൾ. പദ്യത്തിനു പുറമെ ഗദ്യകൃതികളും വിവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. പഠന സൗകര്യത്തിനായി ഗുരുവിൻ്റെ കൃതികളെ പൊതുവെ സ്തോത്രം, അനുശാസനം, ദർശനം, വിവർത്തനം, ഗദ്യം എന്നിങ്ങനെ തരംതിരിക്കാം. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവിൻ, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരന് സുഖത്തിനായി വരണം തുടങ്ങിയ വചനങ്ങൾ അറിയാത്ത മലയാളി ഉണ്ടാകില്ല. ഒരു മനുഷ്യായുസ്സ് മുഴുവൻ സമൂഹത്തിന് വേണ്ടി ജീവിച്ച് കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലത്തിൽ പരിവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകളാണിവ. ഗുരുദേവനെ അടുത്തറിയാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും നാം അദ്ദേഹത്തെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന നിലയിലാണ് പരിഗണിക്കാറുള്ളത്. എന്നാൽ അതിനപ്പുറത്ത് ഗുരുദേവൻ്റെ സാഹിത്യ ലോകത്തെയും നാം അറിയേണ്ടതായിട്ടുണ്ട്. ദാർശനിക ചിന്തകളെ സൗന്ദര്യാത്മകമായി ആവിഷ്കരിക്കുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ കാവ്യലോകത്തിൻ്റെ പ്രധാന സവിശേഷത. ഈ സവിശേഷത ഉൾക്കൊള്ളുന്ന ഗുരുദേവൻ്റെ പ്രശസ്തമായ കൃതിയാണ് ദൈവദശകം. ഒരു പ്രാർത്ഥന മാത്രമല്ല, ഒരു ദാർശനികതയും കാവ്യ സൗന്ദര്യവും ഒരുപോലെ സമ്മേളിച്ചിരിക്കുന്നു. ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൻ്റെ ദർശനങ്ങളെ പിന്തുടരാതെ എല്ലാ മതസ്ഥർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ രചിച്ച മതാതീയമായ ഒരു പ്രാർത്ഥന കൂടിയാണിത്. മനുഷ്യൻ്റെ ആത്മീയവും ഭൗതികവുമായ ജീവിത പരിസരങ്ങളെ പരിഗണിക്കുന്നു ഗുരു. ഇതിൽ മാനവിക മൂല്യങ്ങൾക്ക് പ്രാധാന്യവും നൽകുന്നു. ജാതി മതഭേദമന്യേ എല്ലാ അശരണർക്കും ആലപിക്കാനും ആശ്വസിക്കാനും കഴിയുന്ന ഒരു കീർത്തനമാണ് ശ്രീനാരായണ ഗുരു രചിച്ച ദൈവദശകം. ദുഃഖവും ആപത്തുകളും നിറഞ്ഞ സംസാര സമുദ്രത്തിൽ കഷ്ടപ്പെടുന്നവർക്ക് ദൈവമേ അങ്ങ് മാത്രമാണ് ഏക ആശ്രയമെന്നും ആ സമുദ്രത്തിൻ്റെ നാവികനായ അങ്ങ് ഞങ്ങളെ കാത്തുകൊള്ളണേ എന്നും മനുഷ്യജീവിതത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണവും വസ്ത്രവും തന്ന് രക്ഷിക്കണേ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. മിഥ്യയായ നശ്വരമായ ഈ പ്രപഞ്ച രഹസ്യങ്ങളിൽ നിന്നും മനുഷ്യനെ രക്ഷിച്ച് മോക്ഷം നൽകുന്ന ഗുരു തന്നെയാണ് ദൈവം. ദൈവം എല്ലാ മായകളും നീക്കി സായുജ്യം നൽകണമെന്നും ആ ദൈവം സത്യവും ജ്ഞാനവും ആനന്ദമാണെന്നും ആ ദൈവം ആ തേജസ്സിൽ നിന്നിറങ്ങി മനുഷ്യനോടൊപ്പം വന്ന് നിത്യവും സങ്കടങ്ങൾ തീർക്കണമേ എന്നും പ്രാർത്ഥിക്കുകയാണ്. ഗുരുവും ഇത്തരത്തിൽ ആധ്യാത്മിക തലത്തിൽ നിന്നും ഇറങ്ങി സാധാരണ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ആളാണ്. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന നിലയിലുള്ള 10 പദ്യങ്ങൾ അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് ഈ കൃതിക്ക് ദൈവദശകം എന്ന പേര് സിദ്ധിച്ചിട്ടുള്ളത്. ദൈവം എന്ന വാക്ക് മലയാളത്തിൽ എല്ലാ മതക്കാരും ഈശ്വരൻ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കാറുണ്ട്. നവോത്ഥാന ആശയങ്ങളുടെ പ്രതിഫലനമാണ് ഗുരുദേവ കൃതികളിൽ കാണുന്നത്. മനുഷ്യന് ജീവിതസാഗരം തരണം ചെയ്യാനുള്ള മാർഗം ദൈവമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. മാനുഷിക മൂല്യങ്ങളുടെ വിളനിലമായി ദൈവത്തെ കാണുന്നു. ഭൗതികമായ ആവശ്യങ്ങൾക്കും ഗുരു തൻ്റെ ദൈവസങ്കല്പത്തിന് പരിഗണന നൽകുന്നുണ്ട്. ചുരുക്കത്തിൽ ദൈവം എന്നത് മനുഷ്യ സമുദായത്തിന് ഗുണപ്രദമായി തീരുന്ന ഒന്നാകുന്നു എന്നുകൂടി അംഗീകരിക്കണം. ദൈവദശകം എന്ന കൃതിയിൽ സൃഷ്ടികർത്താവ് എന്ന നിലയിൽ നാം ദൈവത്തെ കാണുന്നു. മനുഷ്യർ ദൈവത്തിൻ്റെ സൃഷ്ടിയിൽപ്പെടുന്നവരാണ്. ദൈവദശകം ചൊല്ലുന്നത് ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാര മാർഗം എന്ന നിലയിലല്ല. ജീവിതത്തിൽ വരുന്ന എല്ലാ സുഖദുഃഖങ്ങളും ദൈവത്തിൻ്റെ നീതിക്കും അനുഗ്രഹത്തിനും വിട്ടുകൊടുക്കുന്നതിലാണ് ദൈവദശകത്തിലെ രഹസ്യം അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരം കൃതികൾ ഇന്നും പ്രസക്തമാകുന്നത്. ഇനി വരികളിലേക്ക് പോകാം. ദൈവമേ കാത്തുകൊള്ളുകങ്ങ്, കൈവിടാതിന്നു ഞങ്ങളെ, നാവികൻ
നീ ഭവാബ്ദിക്കോരാവിവൻ തോണി നിൻ പദം. ദൈവമേ, അങ്ങ് ഞങ്ങളെ കൈവിടാതെ കാത്തുകൊള്ളണമേ. ജീവിതം ഒരു സാഗരമാണ്. അതിൽ ദുഃഖവും ദുരിതവുമാകുന്ന തിരയും ചുഴലിക്കാറ്റുമുണ്ട്. അതിൽ മുങ്ങിത്താഴാതെ സംസാര സാഗരം കടക്കാനുള്ള വലിയ ആവിക്കപ്പലാണ് നിന്റെ പാദങ്ങൾ. ആ വലിയ ആവിക്കപ്പലിൻ്റെ നാവികൻ അങ്ങാണ്. ഇവിടെ ദൈവത്തിൻ്റെ പാദങ്ങളെ ജീവിതസാഗരം കടക്കാനുള്ള ആവിക്കപ്പലായും ദൈവത്തെ അതിൻ്റെ നാവികനായും കൽപ്പിച്ചിരിക്കുന്നു. സ്വയം പ്രകാശിക്കുന്നവനെ, അങ്ങ് എന്നെയും എന്നോട് കൂടിയുള്ളവരെയും കാത്തുകൊള്ളുക. കൈവിടാതെ നീ ഞങ്ങളെ രക്ഷിക്കുകയും ഉൾക്കൊള്ളുകയും വേണം എന്നാണ് ഈ വരികളിലൂടെ ഗുരു നമ്മളോട് പറയുന്നത്. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം നിന്നീല സ്പന്ദമാകണം. ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കേണ്ട മുഴുവൻ അറിവുകളും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവയ്ക്ക് പ്രസക്തിയില്ല. ഇന്ദ്രിയങ്ങൾ നിശ്ചലമാകും. അങ്ങനെ നിശ്ചലമാകുന്ന ഇന്ദ്രിയങ്ങൾ പോലെ ഞങ്ങളുടെ മനസ്സ് അങ്ങയിൽ ഉറച്ചു നിൽക്കണം. കാണുന്ന വസ്തുക്കളെല്ലാം മാറിയാലും കാണുന്ന കണ്ണിന് മാറ്റമില്ല. അതൊരു മാറ്റവും കൂടാതെ ഈ മാറ്റങ്ങളെ കണ്ടുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ പരമാത്മാവും ലോകത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാകാതെ സദാ ജ്വലിക്കുന്നു. മനുഷ്യന് ഈശ്വരനിൽ മനസ്സ് ഉറപ്പിച്ച് നിർവികാരനായി ജീവിക്കാൻ കഴിയും. ഈ നില കൈവരുന്നത് ഈശ്വരാനുഗ്രഹം കൊണ്ട് തന്നെയായതുകൊണ്ട് ഈശ്വരനോട് നാം ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ നില സാക്ഷാത്കരിച്ച വ്യക്തി എന്ന നിലയിൽ ആണ് ഗുരുദേവൻ നമ്മളോട് ഇങ്ങനെ പറയുകയും ഉപദേശിക്കുകയും ചെയ്യുന്നത്. അന്നവസ്ത്രാദി മുട്ടാതി തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്ന് തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. മനുഷ്യജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് ഏറ്റവും പ്രധാനമാണ് ഭക്ഷണവും വസ്ത്രവും. അത് മുടക്കം കൂടാതെ തന്ന് ഞങ്ങളെ രക്ഷിച്ചു പോരുകയും ധന്യരാക്കുകയും ചെയ്യുന്ന നീ ദൈവം ഒരാൾ മാത്രമാണ് ഞങ്ങൾക്ക് മുന്നിൽ തമ്പുരാൻ എന്ന് പറയുന്നത്. അന്നവും വസ്ത്രവും തന്ന് രക്ഷിക്കുന്നതിനുള്ള നന്ദി അറിയിക്കുകയാണ്. സോദരഭാവത്തിൽ ഒത്തുചേർന്നിരിക്കുന്ന ഞങ്ങൾക്കെല്ലാവർക്കും നാഥനായിട്ടുള്ളവൻ ഗുരുദേവൻ ഈ ശ്ലോകത്തിൽ ഇഹലോകത്തിൽ വർത്തിക്കുന്ന മനുഷ്യരുടെ ജീവിത സന്ധാരണത്തിനുള്ള ഉപാധി എന്ന നിലയിൽ അന്നം, വസ്ത്രം മുതലായവയെ പറ്റി പറഞ്ഞിരിക്കുന്നു. ആദ്യമായാണ് ഒരു ശ്ലോകത്തിൽ മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളെപ്പറ്റി പരാമർശിക്കുന്നത്. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം. തിരയും കാറ്റും ആഴവും ചേരുമ്പോഴാണ് ജലാശയം ആഴിയായിത്തീരുന്നത്. അതായത് തിരയും കാറ്റും ആഴവുമെല്ലാം ആഴിക്കുള്ളിൽ തന്നെയുള്ളവയാണ്. അവ ആഴിയുടെ ഭാഗം തന്നെയാണ്. എല്ലാം കൂടിച്ചേർന്ന് ഒരു വ്യവസ്ഥയാകുന്നത്. ഒന്നിനും വേറിട്ട അസ്തിത്വമില്ല. അതുപോലെയാണ് ഞങ്ങളുടെ മായയും നിന്റെ മഹിമയും നീയും ദൈവമെന്ന തിരിച്ചറിവും ഞങ്ങൾക്കുണ്ടാകുമാറാകണം. ശാന്തമായ സമുദ്രത്തിൽ കാറ്റ് വീശുമ്പോൾ തിരകളുണ്ടാകുന്നു. സമുദ്രത്തിൻ്റെ ആഴം അതേപടിയിരിക്കുന്നു. ആഴം എന്ന നിലയിൽ സ്വന്തം നിലയിൽ മാറ്റമൊന്നും കൂടാതെ എപ്പോഴും ഒരുപോലെ സ്ഥിതി ചെയ്യുന്നത് ആഴി എന്ന നിലയിൽ നമ്മൾ പരമാർത്ഥത്തിൽ മാറ്റം കൂടാതെ നിശ്ചലമായി വർത്തിക്കുന്നുണ്ടെങ്കിലും ഉപരിതലത്തിൽ മായയ്ക്ക് അധീനരാകുന്നു. ഈശ്വരൻ്റെ മഹിമ കാരണമാണ് മായ ഉണ്ടാകുന്നത്. ഈശ്വരനെ ആഴത്തോട് ഉപമിച്ചിരിക്കുന്നു. അതുപോലെ ആഴി എന്ന നിലയിൽ നാം എല്ലാം ഒന്നാണ്. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. സൃഷ്ടിക്രിയയും അത് ചെയ്യുന്ന കർത്താവും സ്രഷ്ടാവ്, സൃഷ്ടിക്കുള്ള സാധനവും സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കളും എല്ലാം ദൈവം തന്നെ എന്ന് പറയുന്നു. അതായത് സൃഷ്ടി എന്ന ക്രിയയും കർത്താവും ക്രിയയും സൃഷ്ടിക്കപ്പെട്ടവരുടെ കൂട്ടവും എല്ലാം നീ തന്നെയാണ്, ദൈവം തന്നെയാകുന്നു. പ്രപഞ്ചമാകുന്ന കാര്യത്തിൽ എന്തെല്ലാം കാരണങ്ങളുണ്ടോ അതൊക്കെ ദൈവം തന്നെ. വെറുതെ എന്തെല്ലാം കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ ദൈവം തന്നെ സൃഷ്ടിയിൽ ഉൾപ്പെടുന്ന വ്യക്തി എന്ന നിലയിലല്ല മനുഷ്യരവിടെ പ്രാർത്ഥിക്കുന്നത്. സൃഷ്ടികർത്താവിനോട് താതാത്മ്യം പ്രാപിക്കുകയും അതേസമയം തന്നെ സ്രഷ്ടാവിനും സൃഷ്ടിക്കും തമ്മിലുള്ള പരസ്പര ബന്ധത്തെ മാനിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് പ്രാർത്ഥന നടത്തിയിരിക്കുന്നത്.
തത്വമസി അത് നീയാകുന്നു, ഞാനും നീയും ഒന്നാണ് എന്നറിവ് ഈശ്വരനിലേക്ക് നാം ലയിക്കുന്നു. ഈ വരികളിലൂടെ ഗുരു ഇതാണ് പ്രതിനിധാനം ചെയ്യുന്നത്. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. ദൈവം തന്നെയാണ് മായയും മായാവിയും മായാവിനോദനും. ആത്മീയവാദ ചിന്ത പ്രകാരം ഈ പ്രപഞ്ചം എന്നത് യാഥാർത്ഥ്യമല്ല, അത് മിഥ്യ അഥവാ മായയാണ്. മായ സൃഷ്ടിക്കുന്ന മായവും ആ സൃഷ്ടിയിൽ ആനന്ദം കണ്ടെത്തുന്ന ദൈവം തന്നെയാണ്. എന്നാൽ ഈ മായാവിനോദനും മനുഷ്യനെ രക്ഷിച്ച് മോക്ഷം നൽകുന്ന ഗുരുവും ദൈവം തന്നെയാണ്. പ്രപഞ്ചമാകുന്ന കാര്യത്തിന് കാരണമായ ഒരു ശക്തിയാണ് മായ. ഗുരുദേവന്റെ ദർശനത്തിൽ മായ ബ്രഹ്മത്തിൻ്റെ ശക്തിയും അതോടൊപ്പം തന്നെ ബ്രഹ്മത്തിൽ നിന്നും അഭിന്നവുമാണ്. അതുകൊണ്ടാണ് മായയും നീ തന്നെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. നീ തന്നെയാണ് മായാവി, മായയോട് കൂടിയവൻ. എന്നാൽ മായാവിധേയനല്ല, മായയാകുന്ന വിനോദത്തോട് കൂടിയവനാണ്. നീ സത്യം ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറൽ ഓതും മൊഴിയുമോർക്കിൽ നീ. ദൈവമേ, നീ സത്യവും ജ്ഞാനവും ആനന്ദവുമാകുന്നു. സത്യം എന്നാൽ ശരി, ശരി തിരിച്ചറിയുന്നതാണ് അറിവ് അഥവാ ജ്ഞാനം. ജ്ഞാനം നേടുമ്പോൾ ആനന്ദമുണ്ടാകുന്നു. മനുഷ്യജീവിതത്തിലെ 3 കാലങ്ങളെയും ഭൂതം, വർത്തമാനം, ഭാവി എന്നിവയും നീ തന്നെയാണ്. നീ സത്യസ്വരൂപനാകുന്നു. യാതൊന്നാണോ 3 കാലത്തിലുമുള്ളത് അതാണ് പരമാർത്ഥ സത്യമായിട്ടുള്ളത്. സത്യം, ജ്ഞാനം, ആനന്ദം എന്നിവ 3ഉം ബ്രഹ്മത്തിൻ്റെ സ്വരൂപങ്ങളാകുന്നു. ദൈവമേ, അവിടുന്ന് തന്നെയാണ് വർത്തമാനവും ഭൂതവും ഭാവിയും. ആലോചിച്ചു നോക്കിയാൽ ഓതുന്ന മൊഴിയും വേദരൂപത്തിലുള്ള വാക്കും നീ തന്നെയാണ്. ബ്രഹ്മത്തെ അറിയാൻ പ്രമാണമായിട്ടുള്ള വേദങ്ങളാണ്. ആ വേദങ്ങളും നീ തന്നെയാണെന്നാണ് ഗുരു ഈ വരികളിലൂടെ പറയുന്നത്. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ് ഭഗവാനെ ജയിക്കുക. അകവും പുറവും തിങ്ങി നിൽക്കുന്ന മഹിമാവാർന്ന നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. ഭഗവാനെ അങ്ങ് ജയിക്കുക. അവിടുത്തെ സ്ഥാനത്തെ സർവോത്തരമായി ഞങ്ങൾ വാഴ്ത്തുന്നു. ഭഗവാനെ അങ്ങ് സർവോത്കർഷേണ വർത്തിച്ചാലും ദേഹത്തോടു കൂടിയിരിക്കുന്ന മനുഷ്യനാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് അകവും പുറവും എന്ന് ഇവിടെ പറയുന്നത് നമ്മുടെ ദേഹങ്ങളിൽ നടക്കുന്ന എല്ലാ ക്രിയകൾക്കും ദൈവം തന്നെയാണ് കാരണം. അകവും പുറവും തിങ്ങി നിൽക്കുന്ന മഹിമാവാർന്ന നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. ഭഗവാനെ അങ്ങ് ജയിക്കുക. അവിടുത്തെ സ്ഥാനത്തെ സർവോത്തരമായി ഞങ്ങൾ വാഴ്ത്തുന്നു. ഭഗവാനെ അങ്ങ് സർവോത്കർഷേണ വർത്തിച്ചാലും ദേഹത്തോടു കൂടിയിരിക്കുന്ന മനുഷ്യരാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് അകവും പുറവും എന്നിവിടെ പറയുന്നത്. നമ്മുടെ ദേഹങ്ങളിൽ നടക്കുന്ന എല്ലാ ക്രിയകൾക്കും ദൈവം തന്നെയാണ് കാരണം. അതുപോലെ തന്നെ വെളിയിൽ നടക്കുന്ന എല്ലാ കർമ്മങ്ങൾക്കും കാരണം ദൈവമാണ്. ഭഗവാനെ വിജയിക്കുക എന്ന് പറയുമ്പോൾ നാം ഉദ്ദേശിക്കുന്നത് ഈശ്വരാധീനമായ ധർമ്മം നിലനിൽക്കട്ടെ എന്നാണ്. ഭൗതികവും ആത്മീയവുമായ എല്ലാം ദൈവം കാണുന്നു. ജയിക്കുക മഹാദേവ ദീനവന പരായണ, ജയിക്കുക ചിദാനന്ദ ദയാസിന്ധു ജയിക്കുക. മഹാദേവനും ദീനന്മാരെ രക്ഷിക്കുന്നതിൽ താല്പര്യമുള്ളവനും മറ്റുള്ളവരുടെ മനസ്സിനെ ആനന്ദിപ്പിക്കുന്നവനും കരുണാവാരിധിയുമായ ദൈവമേ, അങ്ങ് ജയിച്ചാലും ദയയും ആനന്ദവും കാരുണ്യവുമൊക്കെ ഉന്നതമായ മാനുഷിക മൂല്യങ്ങളാണ്. അത് മനുഷ്യൻ മറ്റ് ജീവജാലങ്ങളോട് വച്ചു പുലർത്തേണ്ടതാണ്. ഗുരു തൻ്റെ ചിന്തയിൽ എപ്പോഴും അപരരെക്കുറിച്ചുള്ള കരുതൽ പ്രകടിപ്പിച്ചിരുന്നു. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അപരൻ്റെ സുഖത്തിനായി വരണമെന്ന് പറയുന്നതിൻ്റെ എല്ലാം അടിസ്ഥാനം ഇതാണ്. ദീനവന പരായണ, ദയാസിന്ധു എന്നീ സംബോധനകളിലൂടെ ദൈവസങ്കല്പത്തിലും ഗുരു ഈ സങ്കല്പം ആവർത്തിക്കുകയാണ്. മഹാദേവ എന്ന പദം പരമാത്മാവിനെ സൂചിപ്പിക്കുന്നു. സമുദ്രത്തിൻ്റെ ആഴവും പരപ്പും അളക്കാൻ പറ്റാത്തതുപോലെ ദൈവത്തിൻ്റെ ദയയ്ക്ക് ആഴമോ അതിരോ അളക്കാൻ പറ്റില്ല. ആഴമേറും നിൻ മഹസ്സ ആഴിയിൽ ഞങ്ങളാകവേ, ആഴണം വാഴണം നിത്യം
വാഴണം വാഴണം സുഖം. നിന്റെ ജ്യോതിസാകുന്ന ആഴമുള്ള സമുദ്രത്തിൽ ഞങ്ങൾ ഒന്നൊഴിയാതെ എല്ലാവരും ആണ്ട് അതിൽ നിത്യം സുഖമായി വാഴണം. ദൈവത്തിൻ്റെ മഹസാകുന്ന ആഴിയുടെ സർവാതിശയാകുന്ന ആഴത്തിൽ നല്ലതുപോലെ ആണ്ട് വാഴണം എന്ന് തന്നെയല്ല, ആ നിലയിൽ എന്നെന്നും നിത്യജീവിതം നയിക്കുമാറാകണം, സുഖമായി വാഴുമാറാകണം. അതായത് ആത്മാവിൻ്റെ ലക്ഷ്യമാണ് സുഖം. ജനന മരണാത്മകമായ സംസാരത്തിൽ നിന്ന് മോക്ഷം ലഭിക്കുക എന്ന് തന്നെയാണ് ആത്മാവിൻ്റെ ആ സുഖ സ്വരൂപത. ആ അനുഗ്രഹം ദൈവദശകത്തിൻ്റെ ശ്രദ്ധയോടുള്ള അനവരതമായ പരിശീലനത്താൽ നാം സഫലമാക്കേണ്ടതാണ്. ഈ ശ്ലോകത്തെ സാധാരണ ജനങ്ങൾ ഇഹലോക സുഖത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന രീതിയിലെടുത്താൽ ഈശ്വര കാരുണ്യത്താൽ നമ്മുടെ എല്ലാവരുടെയും നിത്യജീവിതം സുഖമായി തീരണം എന്ന ഒരർത്ഥം ഇതിനുണ്ട്. ഈശ്വര കാരുണ്യത്താൽ ആത്യന്തികമായ മോക്ഷം നേടുന്നു എന്ന് മറ്റൊരർത്ഥം കൂടി. മതാതീയമായ ദൈവസങ്കല്പത്തിന് ആത്മീയതയിലേക്ക് നയിക്കുന്ന ഈ പ്രാർത്ഥന ഗുരു രചിച്ചതിന് കാരണം കേരളീയ നവോത്ഥാനത്തിൻ്റെ സ്വാധീനമാണെന്ന് പറയാം. ഇത്തരം കൃതികൾ കാലാതീതമായി ഇന്നും എന്നും പ്രസക്തമാകുന്നു. ദൈവത്തെ സംബോധന ചെയ്തുകൊണ്ട് നമുക്കേവർക്കും ഐഹികമായിട്ടുള്ള ശ്രേയസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണിവിടെ. ദൈവത്തിന് മാനുഷിക മൂല്യങ്ങൾ കൽപ്പിക്കുന്നു. മതാതീതമായ ദൈവസങ്കല്പം ദാർശനിക ചിന്തകളെ സൗന്ദര്യാത്മകമായി ആവിഷ്കരിക്കുന്നു എന്നതാണ് ഗുരുദേവൻ്റെ കാവ്യലോകത്തിൻ്റെ പ്രധാന സവിശേഷത. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവായ ശ്രീനാരായണ ഗുരുവിൻ്റെ ദൈവദശകം എന്ന ഈ കവിത എല്ലാവർക്കും പ്രചോദനമുണ്ടാക്കട്ടെ, പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.